ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്നിവിടെ പച്ചരി കൊണ്ടുള്ളൊരു ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളത് ഗ്യാസ് സ്റ്റൗ കത്തിച്ച് ആദ്യം ഒരു കുക്കർ എടുത്ത് ഗ്യാസും വയ്ക്കുക. ഇനി അത് കുക്കറൊന്ന് ചൂടാവുന്ന വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ കുക്കറൊന്ന് ചെറുതായിട്ട് ചൂട് വന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, നമ്മളിൽ മറ്റേ കറുവപ്പട്ട അങ്ങനത്തെ പൊടിക്കാത്ത മസാലയില്ലേ, അതുണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്ത കാരണമാണ് ഞാനിപ്പോൾ ഇത് ഇടുന്നത്. പെട്ടെന്ന് മക്കൾ ബിരിയാണി ഉണ്ടാക്കാൻ പറഞ്ഞതാണ്. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് പേസ്റ്റാക്കിയത് അതും അരച്ച് പേസ്റ്റാക്കിയത് അതും ഇട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് അടി പിടിക്കാണ്ടും കരിയാണ്ടും നമ്മൾ നോക്കണം. ഇപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണമെന്നില്ല, നമുക്ക് ഓയിലുണ്ടെങ്കിൽ ഓയിൽ ഒഴിക്കാം. അല്ല ഇനിയിപ്പോൾ നെയ്യ് ഇടുന്നവർക്ക് നെയ്യ് ഇടാം. ഞാനിപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യാറ് കൂടുതൽ. അപ്പോൾ അത് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതൊന്ന് അടി പിടിച്ച് കരിഞ്ഞ് പോകാണ്ടിരിക്കാനായിട്ട് കുറച്ച് വെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം ഒന്ന് ചൂടാവണം. അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഇപ്പോൾ അരി വെന്ത് കിട്ടണമല്ലോ, അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. അപ്പോൾ ഈ വെള്ളം പോരാ. അപ്പോൾ ഞാനിതാ കുറച്ചും കൂടിയും വെള്ളം ഒഴിക്കുകയാണ്. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കൂടുതൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കൂടുതൽ വെള്ളമായാലും നമ്മളിപ്പോൾ ഇതിലിട്ട എല്ലാ സാധനങ്ങളും പിന്നെ കളയേണ്ടി വരും. അപ്പോൾ നമ്മൾ പാകത്തിന് ഞാനിപ്പോൾ ഒരു ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാനിപ്പോൾ പച്ചരിയാണ്, അതൊന്ന് വെറുതെ കുറച്ച് നേരം ഒന്ന് കുതിർക്കാൻ വെച്ചതാണ്. ആ കുതിർത്ത് വെച്ച അരി നന്നായി കഴുകി വൃത്തിയാക്കിയ അരി ഇതാ ഞാൻ കുക്കറിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഞാനിവിടെ 2 കിലോ അരിയാണ് എടുത്തിക്കുന്നത്. അതിൽ 1 കിലോ അരിയാണ് ഞാനിപ്പോൾ ഈ കുക്കറിലേക്ക് ഇടുന്നത്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ പച്ചരി കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ അത് കാരണമാണ് പച്ചരി കൊണ്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് എപ്പോഴും ഇപ്പോൾ ബിരിയാണി അരിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി. പിന്നെ ഇതിൻ്റെ കുക്കറിൽ വെക്കണതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ, മറ്റുള്ളവരൊക്കെ പറയും 4 ഗ്ലാസ് വെള്ളം. എനിക്ക് അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല നോക്കുന്നത്. ഞാൻ അരിയേക്കാളും ഒരു തരി വെള്ളം ഒന്ന് പൊന്തി നിൽക്കണം, അതാണ് എൻ്റെ അളവ്. ഞാൻ എൻ്റെ ആ ഒരു അളവ് പ്രകാരമാണ് ഉണ്ടാക്കാറ്. എൻ്റെ ഇതുവരെ അടി പിടിക്കുകയോ അല്ലെങ്കിൽ കുക്കറിൽ കരിയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഞാനിതാ വീണ്ടും വെള്ളം പാകത്തിനാക്കി ഞാൻ ഒഴിച്ചു. ഇനി നമുക്കിതിലേക്ക് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഉപ്പ്, അല്ലേ? നമ്മുടെ പാകത്തിന്, അധികമാവാനും നിൽക്കണ്ട, എന്നാൽ കുറയാനും പാടില്ല. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അതാ ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് മെയിനായിട്ടൊരു സാധനം, നമ്മൾ ബിരിയാണിക്ക് വെക്കണ എല്ലാ വീട്ടമ്മമാർക്കും അറിയാം, നമ്മുടെ ഈ ചോറ് നമ്മൾ വെക്കണ റൈസ് അങ്ങനെ കട്ടയാവാതിരിക്കാനായിട്ട്, അതായത് ഒരു റൈസിൻ്റെ മുകളിൽ മറ്റൊരു റൈസ് പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ചെറുനാരങ്ങ നീരൊഴിക്കും, അല്ലേ? അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാനാണ് നമ്മൾ. ഞാൻ ഉപ്പ് പാകത്തിനാണോ എന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് ചെറുനാരങ്ങ ഞാനിത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുരു നമ്മളൊന്ന് എടുത്ത് പുറത്തേക്ക് ഇടണം കേട്ടോ. അത് പെടാണ്ട് നമ്മൾ നോക്കണം. അതിന് ശേഷം അതിൻ്റെ നീരൊന്ന് പിഴിഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ ആ നീര് പിഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ഈ റൈസ് ഒന്നും കൂടി ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാണ് വീണ്ടും ഞാൻ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കുക്കർ എടുത്തിട്ട് അതിൻ്റെ അടുപ്പെടുത്ത് നമുക്കൊന്ന് നമുക്ക് അടച്ച് വയ്ക്കാം. ഒരു വിസിൽ മതി. ഒരു വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അതിൻ്റെ പാകത്തിനുള്ള വേവിലാവും. അപ്പോൾ നമുക്ക് ഒരു വിസിലടിച്ചിട്ട് നമുക്ക് കുക്കർ തുറക്കാം. അപ്പോൾ അതാ നമ്മുടെ ഒറ്റ വിസിൽ വന്നു. കുക്കറിൻ്റെ വിസിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ അത് ഇറക്കി വെച്ചതിന് ശേഷം ആവിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് കുക്കർ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചോറ് നന്നായിട്ടുണ്ടോ, റൈസ് നന്നായിട്ടുണ്ടോ എന്ന് അറിയണ്ടേ, ബിരിയാണി റൈസ് പോലെ ആയിട്ടുണ്ടോ എന്ന് അറിയണ്ടേ. അപ്പോൾ അതാ ഞാൻ കുക്കർ തുറന്നു. നമ്മുടെ റൈസ് കണ്ട ശരിക്കും ബിരിയാണി റൈസ് ഇരിക്കണ പോലെ. ഇത് പച്ചരിയാണെന്ന് ആരെങ്കിലും പറയുമോ? കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാനത് ഇറക്കി വെച്ചു. ഇനി അതിൻ്റെ ചൂട് കളയണ്ട. ഞാൻ വേറൊരു പാത്രം എടുത്തു. നമുക്കത് സെറ്റ് ചെയ്യണം. നെയ്യ് ആദ്യം ഒഴിച്ചു. നെയ്യ് ഒഴിച്ചതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വറുത്ത് വെച്ചത് ഇതിലേക്ക് ഇടുകയാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു സാധനം കൂടി വേണ്ടതായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് മക്കൾ പറഞ്ഞുകൊണ്ട് മല്ലിയില ഇവിടെ ഉണ്ടാവാറുണ്ട് ഫ്രിഡ്ജിൽ, പക്ഷേ ഇന്ന് ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ നമ്മൾ ഇനി അപ്പം മല്ലിയില ഇല്ല. അപ്പോൾ നമ്മൾ റൈസ് ഇതേ കണ്ട റൈസ് നോക്കിയേ, അധികം നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നും കട്ട പിടിച്ചൊന്നും കട്ട പിടിച്ചിട്ടില്ല. ഇനി ഇതിൻ്റെ നെയ്യും എല്ലാ സാധനങ്ങളും ഒഴിക്കുമ്പോൾ അത് നല്ല രസമായിട്ട് വരും. അപ്പോൾ അതാ നമുക്ക് ആദ്യത്തെ ഞാൻ 2 ലെയറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ എന്താ ഇടണു, അത് ഇട്ട് സെറ്റ് ചെയ്യാം. നമുക്ക് ചോറ് അത്യാവശ്യം ഉണ്ട്, ആവശ്യത്തിന് ഉണ്ടെന്ന് വെച്ചാൽ നന്നായി എല്ലാവർക്കും കഴിക്കാനുള്ള ചോറുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ നമുക്ക് ബിരിയാണി കിട്ടും, നല്ല രുചിയുള്ള ബിരിയാണി കിട്ടും. പക്ഷെ എന്നാലും നമ്മുടെ വീട്ടിൽ വിഷമിടാത്തൊരു ഭക്ഷണം നമ്മുടെ മക്കൾക്ക് കൊടുക്കുക എന്ന് പറയുന്നതല്ല ഏറ്റവും നല്ലൊരു കാര്യം. അപ്പോൾ ഇപ്പോൾ ഹോട്ടലുകാരും അവരെയൊന്നും കുറ്റം പറയില്ല. എന്നാൽ പോലും നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊരു രുചി, അപ്പോൾ അവരുടെ പോലെ രുചി വന്നില്ലെങ്കിൽ പോലും നല്ലൊരു ഭക്ഷണമായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ലെയർ ഇട്ടു. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, സവാളയൊക്കെ വറുത്ത് വെച്ചത് വീണ്ടും നമ്മൾ ഇടുകയാണ്. അതിന് ശേഷം പിന്നെ വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നെയ്യ് ഒഴിക്കണം. അപ്പോൾ നെയ്യ് ഒഴിക്കാൻ പോവാണ്. അപ്പോൾ അതാ നെയ്യ് ഒഴിക്കണു. ഇനിയിപ്പോൾ നെയ്യിൻ്റെ കുത്ത് ഭയങ്കര കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് നെയ്യ് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്കൊരു കാര്യം, ഞാൻ ഡാൽഡ വാങ്ങിക്കാൻ കിട്ടും. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ്, ഫുള്ള് നെയ്യ് എന്നല്ല ഒഴിക്കാറ്. അപ്പോൾ ഡാൽഡ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനും ഇതാ കുറച്ച് നെയ്യ് ഒഴിച്ചു, പിന്നെ കുറച്ച് ഡാൽഡ ഒഴിക്കുകയാണ്. ഡാൽഡ ഇപ്പോൾ ഒരു ചെറിയ പാക്കറ്റ് നമുക്ക് ആവശ്യത്തിനുള്ള തന്നെ, നെയ്യും ഡാൽഡയും കൂടി ആകുമ്പോൾ നമുക്കത് ആവശ്യത്തിന് തന്നെയായിരിക്കും. അധികമാവും വേണ്ട, നെയ്യിൻ്റെ കുത്തും ഡാൽഡയുടെ കുത്തായാലും അധികമായാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആവശ്യത്തിന് നമുക്കറിയാലോ നമ്മൾ ഉണ്ടാക്കുന്ന സാധനത്തിലേക്ക് എന്തോരം ഒഴിക്കണം എന്നുള്ളത്. പിന്നെ ഇത് പൈനാപ്പിൾ എസൻസാണ്. പൈനാപ്പിൾ എസൻസ് ഈ പറഞ്ഞ പോലെ അതും ഭയങ്കര ഒരു കുത്തുള്ളൊരു സംഭവം തന്നെയാണ്. അപ്പോൾ അതും നമ്മുടെ ആവശ്യത്തിന്. കൂടുതലായി കഴിഞ്ഞെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ, അമിതമായാൽ അമൃതും വിഷം എന്ന് പറയണ പോലെ തന്നെ. അപ്പോൾ അതാ ഞാൻ എസൻസ് ഇതാ കുറച്ചൊഴിച്ചു. അതിന് ശേഷം ഇനിയിപ്പോൾ വീണ്ടും ഇതിൽ മല്ലിയില ഇല്ലാത്തതാണ് എനിക്കിപ്പോൾ ഒരു ഇതായി കുറവായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ വീണ്ടും രണ്ടാമത്തെ ലെയർ ചോറ് റൈസ് ഇടാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലിൽ ആദ്യത്തെ വീഡിയോ ആണ് എൻ്റെ. അപ്പോൾ എന്നും പറയും ഇതേപോലെ ചേട്ടനായാലും എല്ലാത്തിനും സപ്പോർട്ടാണ്, ചേട്ടൻ ചെയ്യാനൊക്കെ പറയാറുണ്ട്. പക്ഷേ നമുക്കൊരു ടെൻഷൻ, നമ്മൾ ചെയ്തിട്ട് നന്നാവോ, അല്ലെങ്കിൽ ഇനി ആൾക്കാർ നമ്മളതിനെ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം നന്നായിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും മുന്നേ, എന്നാൽ പോലും നിങ്ങളിത് കമൻറ്റ് ചെയ്യണം എന്തായാലും. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ട, നമ്മൾ കുക്കറിൽ ഇങ്ങനെ ചെയ്തപ്പോൾ നോക്കുക, നമ്മുടെ കുക്കറിൻ്റെ അടിയിൽ ഒരു തരി പോലും റൈസ് അടി പിടിച്ചിട്ടില്ല, അല്ലെങ്കിൽ കരിഞ്ഞിട്ടൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഞാനതിൻ്റെ അവസാനം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി നോക്കൂട്ടാ, ഒരു കുഴപ്പമില്ല, നല്ലൊരു റൈസാണ്. നമുക്ക് ഈ നെയ്യും എല്ലാം ഇതിലേക്ക് ചേർന്ന് വരുമ്പോൾ നമ്മുടെ റൈസ് ഈ പച്ചരിയാണെന്ന് ഒരിക്കലും ആദ്യമായിട്ട് കഴിക്കുന്ന ഒരാൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊരിക്കലും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല ഇത് പച്ചരിയാണെന്ന്. അവർ ചോദിക്കും നമ്മളോട് ചിലപ്പോൾ ഇത് ഏത് റൈസാണ്, ഇത് ഏതാണ് ഈ റൈസ്, ഈ ബിരിയാണിയുടെ റൈസ് ഏതാണെന്ന് ചോദിക്കും. അത്രയ്ക്കും ടേസ്റ്റായിരിക്കും ഇതിന്. നമ്മൾ 2-3 പ്രാവശ്യമെല്ലാം കുറേ വട്ടം നമ്മളിപ്പോൾ അത് അറിഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയതൊക്കെ പിള്ളേർക്ക് എല്ലാവർക്കും നമ്മളിപ്പോൾ പച്ചരി കൊണ്ടാണ് ബിരിയാണി ഉണ്ടാക്കാറ്. നമ്മളിപ്പോൾ അങ്ങനെ ബിരിയാണി റൈസൊന്നും വാങ്ങിക്കാറില്ല. ഇതാണ് നമുക്ക് എളുപ്പം, നമ്മുടെ വീട്ടിലെപ്പോഴുള്ളൊരു സാധനമല്ലേ. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ഉണ്ടാക്കുക. കണ്ട കുക്കറിൻ്റെ അടി കണ്ടില്ലേ, ഇതിലൊരു തരി പോലും അടി പിടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ ലെയർ റൈസും കൂടി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മളിലേക്ക് വീണ്ടും അണ്ടിപ്പരിപ്പും മുന്തിരിയും സംഭവങ്ങളൊക്കെ ഇടുകയാണ്. അതും ഇട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ നെയ്യും ഡാൽഡയും എല്ലാം ഒഴിക്കണം. ആദ്യം ചെയ്ത പോലെ തന്നെ ഇത്. ഇപ്പോൾ വീണ്ടും ഞാൻ പറയാണ്, ഇതിലൊരു മല്ലിയിലയുടെ ഒരു പച്ചപ്പും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കളർഫുള്ളായേനെ. ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ ഹോട്ടലിലും ഇതെന്നൊക്കെ വാങ്ങിക്കുന്ന ബിരിയാണി പോലെ തന്നെ മക്കൾക്ക് ഇഷ്ടപ്പെടും. നമ്മളിങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കി കൊടുക്കുക. നമ്മളിങ്ങനെ ഉണ്ടാക്കി നമ്മൾ ഹോട്ടലിലത്തെ ഫുഡ് ഉണ്ടാക്കണ പോലെ രുചിയൊക്കെ വരും. ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഏതൊരു ഭക്ഷണമായാലും നമ്മൾ അറിയാത്തത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ എന്തൊരു പാചകം ചെയ്താലും അത് ഉണ്ടാക്കി പഠിക്കുമ്പോഴാണ് നന്നാവുക അല്ലേ. അങ്ങനെയല്ലേ നമ്മുടെ വീട്ടുകാരൊക്കെ പറയാറ്. അതുപോലെ തന്നെ ഇതും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരും. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പം ഞാൻ ഡാൽഡ ഒഴിച്ചു, അതിലേക്ക് നെയ്യ് ഒഴിച്ചു, എല്ലാം സെറ്റായി. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായാലും
ഈ പച്ചരി ബിരിയാണി എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കാണണം, ഷെയർ ചെയ്യണം, എല്ലാം ചെയ്യണം. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ അടുത്ത ഭക്ഷണ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ഫുഡിൻ്റെ തന്നെയാണ് കൂടുതൽ. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കണ ഓരോ ഫുഡുകൾ, ഓരോ തരത്തിലുള്ള ഫുഡുകളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മയാണ്, അതുകൊണ്ടാണ് അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും